ഇടുക്കിയിലേക്കാണ്. രാജാക്കാട് തമ്മിലടിച്ച SNDP അംഗങ്ങൾ നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം അഴിമതി ഉന്നയിച്ചതോടെയാണ് പൂപ്പാറ ശാഖയിലെ അംഗങ്ങൾ തമ്മിൽ തല്ലിയത്. 9 പേർക്കെതിരെ ശാന്തമ്പാറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൽവിൻ തോമസ് ഉണ്ട് ഇടുക്കി നിന്ന്. ആൽവിൻ, കാര്യമായ സംഘർഷം തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത് എപ്പോഴായിരുന്നു കാര്യങ്ങളൊക്കെ? എന്താണ് ഇതിലേക്ക് നയിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി പൂപ്പാറ 4249 നമ്പർ ശാഖയിൽ SNDP യോഗം പ്രവർത്തകർ തമ്മിൽ അടിയുണ്ടായത്. തമ്മിൽ വാക്കേർക്കവും പിന്നീട് അത് അടിയിൽ കലാശിക്കുകയുമായിരുന്നു. ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെയും ആ നേതൃത്വത്തെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ തമ്മിലായിരുന്നു പ്രധാനമായും ഈ തർക്കവും പിന്നീട് തമ്മിലടിയും ഒക്കെ ഉണ്ടായത്. അടിമാലി യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാറിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും എന്നാൽ മറുവിഭാഗം അനുകൂലിക്കാത്തവരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അവരിൽ ഈ അനുകൂലിക്കാത്ത വിഭാഗം പറയുന്നത് അവിടെ പൊതുയോഗം വിളിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണമായി അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ വലിയ അഴിമതി നടത്തുന്നുണ്ടെന്നും ആ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് പൊതുയോഗം വിളിക്കണമെന്നുമാണ് ഈ മറുവിഭാഗത്തിന്റെ ആവശ്യം. പക്ഷേ ആ വിഭാഗം ആ ആവശ്യം ഉന്നയിച്ചപ്പോൾ അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും പിന്നീട് അടിയിൽ കലാശിക്കുകയുമായിരുന്നു. ഇതിൽ 9 പേർക്കെതിരെയാണ് ശാന്തമ്പാറ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളും, അതായത് ഈ നേതൃത്വത്തെ അനുകൂലിക്കുന്ന വിഭാഗവും അതോടൊപ്പം തന്നെ എതിർ വിഭാഗവും തമ്മിലുള്ള ആളുകൾക്കെതിരെയും ആണ് ഇപ്പോൾ ഈ കേസെടുത്തിട്ടുള്ളത് ശാന്തമ്പാറ പോലീസ്. ശരി, ആൽവിൻ തോമസ് ആണ് ഇടുക്കി നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.